ഇതില് വേറെന്താ ചേർത്തിട്ടുള്ളത്? ഞാനൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് തേങ്ങാപ്പാല് ചേർത്ത് തിളപ്പിച്ചു. ഇവൾ എന്തുണ്ടാക്കിയാലും നല്ല രുചിയല്ലേ? അത് ശരി. പിന്നെ കൊറേ നാളുകൂടി കഴിക്കുന്നുണ്ടാ ഏട്ടന് നല്ല രുചിയായിട്ട് തോന്നുന്നു. അച്ചാർ. അച്ഛാ അച്ഛാ, ചിപ്പിമോള് കൊറേ തവണ അച്ഛനെ ഫോണിൽ വിളിച്ചായിരുന്നു. എന്നിട്ട് നിങ്ങൾ എടുത്തില്ലേ? ഇല്ല, ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഫോൺ കട്ടായി പോയി. അച്ഛാ, ഞാൻ തിരിച്ചു വിളിക്കട്ടെ? എന്തിനാ ആ കുട്ടിയെ വിളിക്കുന്നേ? എന്നിട്ട് വേണം ആ പെണ്ണുമ്പിള്ള വേറെ പ്രശ്നം ഉണ്ടാക്കാൻ. സച്ചേട്ടന്റെ മാനസപുത്രിയല്ലേ, വിളിക്ക് വിളിക്ക്. മാനസപുത്രി, നല്ല പേര് തന്നെ. നിനക്കൊക്കെ അസൂയയാണ് മോളെ. അതൊരു കുഞ്ഞാ, അതിന്റെ ഒരു പരിഗണന കൊടുത്താ മതി. മോളെ, മോള് വിളിക്ക്, അച്ഛൻ സംസാരിക്കാം. ഹലോ സച്ചിങ്ങളെ. ചിപ്പി, ഇത് അച്ഛനല്ല, ഞാനാ, ഇന്ദുവാ. ഞാൻ ഫോൺ ഇപ്പൊ അച്ഛന് കൊടുക്കാവേ. അച്ഛ, ദേ ചിപ്പിമോളാ സംസാരിക്കുന്നേ. ഹലോ ഹലോ ചിപ്പി മോളെ. സച്ചിങ്ങളെ, അങ്കിളിന് സുഖായോ? ഇപ്പൊ അങ്കിള് ഡബിൾ ഓക്കെ അല്ലേ? മോക്ക് സുഖമല്ലേ? എനിക്ക് അങ്കിളിനെ കാണാൻ വരണമെന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? അത് മോളിങ്ങോട്ട് വരുന്നതില് അങ്കിളിന് സന്തോഷമേ ഉള്ളൂ. മോളുടെ അമ്മ അറിഞ്ഞാ അത് പ്രശ്നമാവും. മോക്ക് നല്ല വഴക്ക് കിട്ടും. അത് സാരമില്ല, എന്നാലും എനിക്ക് അങ്കിളിനെ കാണണം. അതെ മോളെ, ഒരു കാര്യം ചെയ്യാം. അസുഖമൊക്കെ കുറയുമ്പോ അങ്കിള് മോളെ കാണാൻ അങ്ങോട്ട് വരാം. സത്യായിട്ടും? അപ്പോ അമ്മ അങ്കിളിനെ കാണില്ലേ? അതിനുള്ള സൂത്രമൊക്കെ അങ്കിളുടെ കയ്യിലുണ്ട്. ഇതുവരെ കിട്ടിയതൊന്നും ഏട്ടന് പോരെ? മോളെ, മോള് ധൈര്യമായിട്ടിരിക്കെ. കുറച്ചു ദിവസം കഴിയുമ്പോ നമുക്ക് നേരിട്ട് കാണാം. അതിനിടയ്ക്ക് അങ്കിളിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നുമ്പോ മോള് വിളിച്ചാ മതി. ഏട്ടനെ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കഞ്ഞി ഒന്ന് കുടിച്ചേ. ഒന്ന് ചുമ്മാ തിരിക്കും സ്നേഹ. മോളെ, എന്നാ ശരി കേട്ടോ. അങ്കിള് പിന്നെ വിളിക്കാവേ. ശരി. അതെ, ഇവരോട് കാണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമൊന്നും ഏട്ടൻ ആ കുട്ടിയോട് കാണിക്കണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. അതെ, നിന്റെ അസൂയക്ക് ഈ ഭൂഗോളത്തിൽ മരുന്നില്ല. പോയിട്ടോ.